ലേൺ ടു സ്പീക്ക് അറബിക് ഈസിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അറബി ഭാഷ പഠിക്കുമ്പോൾ മനുഷ്യ ജീവിതം കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ അറബി ഭാഷ വളരെയധികം സ്വാധീനം ചെയ്യുന്നുണ്ട്. യോമുൽ ജുമ ദിവസം അവധി ദിനം കൂടിയാണ്. ആ ദിവസം വിശ്വാസികൾ ഖുതുബ നിർവഹണത്തിലൂടെയുള്ള നമസ്കാരത്തിൽ സജീവമാകുന്നു. അത്രക്കും പ്രാധാന്യമുണ്ട് ജുമ നമസ്കാരം. ജുമ നമസ്കാരത്തിന് മുമ്പായി സൂറ അൽ കഹ്ഫ് ഓതൽ സുന്നത്തുള്ളൊരു കാര്യമാണ്. ധാരാളം കഥകൾ ഈ സൂറയിലുണ്ട്. അതിലെ 10 ആയത്ത് ബൈഹാട്ടാക്കുന്നതിൽ വളരെയധികം പുണ്യമുണ്ട്. ആയത്ത് ഇതാണ്: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. നമുക്ക് അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം. തൻ്റെ ദാസൻ്റെ മേൽ വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും അതിനൊരു വക്രതയും വരുത്താതെ ചൊവ്വായ നിലയിലാക്കുകയും ചെയ്ത അള്ളാഹുവിന് സ്തുതി. തൻ്റെ പക്കൽ നിന്നുള്ള കഠിനമായ ശിക്ഷയെപ്പറ്റി താക്കീത് നൽകുവാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഉത്തമമായ പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുവാനും വേണ്ടിയത്രയത്. അത് പ്രതിഫലം അനുഭവിച്ചുകൊണ്ട് അവർ എന്നെന്നും കഴിഞ്ഞുകൂടുന്നതായിരിക്കും. അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് താക്കീത് നൽകുവാനും വേണ്ടിയാവുമാകുന്നു. അവർക്കാകട്ടെ അവരുടെ പിതാക്കൾക്കാകട്ടെ അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന ആ വാക്ക് ഗുരുതരമായിരിക്കുന്നു. അവർ കള്ളമല്ലാതെ പറയുന്നില്ല. അതിനാൽ ഈ സന്ദേശത്തിൽ അവർ വിശ്വസിച്ചില്ലെങ്കിൽ അവർ പിന്തിരിഞ്ഞു പോയതിനെ തുടർന്ന് അതിലുള്ള ദുഃഖത്താൽ ജീവനൊടുക്കുന്നവനായേക്കാം. തീർച്ചയായും ഭൂമുഖത്തുള്ളതിനെ നാം അതിനൊരു അലങ്കാരമാക്കിയിരിക്കുന്നു. മനുഷ്യരിൽ ആരാണ് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് നാം പരീക്ഷിക്കുവാൻ വേണ്ടി. തീർച്ചയായും അതിന്മേലുള്ളതെല്ലാം നശിപ്പിച്ച് നാം തന്നെ അതൊരു മൊട്ടയായ ഭൂപ്രദേശമാക്കി മാറ്റിക്കളയുന്നതുമാണ്. അതല്ല, ഗുഹയുടെയും റക്കീമിൻ്റെയും ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ ഒരത്ഭുതമായിരുന്നുവെന്ന് നീ വിചാരിക്കുകയാണോ? ആ യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭം. അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, നിൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം നൽകുകയും ചെയ്യണമേ. നമുക്ക് പുതിയ അധ്യായത്തിലേക്ക് പോകാം. അറബിക് പ്രോനൗൺസാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ബൈഹാട്ടാക്ക: ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു. നമുക്ക് മനസ്സിലാക്കാം. ഹുവ ഒറ്റക്കാണ് പ്രയോഗിക്കുക. ഹുവ ലമീർ മുൻഫസിൽ എന്നാണ് പറയുക. ഹുവ, ഹി മസ്കുലിൻ സിംഗുലർ. ഹുമ ദംബോത് ഡുവലാണ്. ഹും മസ്കുലിൻ പ്ലൂരൽ ദേ.
മെയിലാണ്. ഹിയ ഷി ഫിമെയിൽ അവൾ. ഹുമാ അവർ 2 പേർ ദംബോത്ത് ഫിമെയിൽ. ഹുന്ന അവർ ദേ ഫിമെയിൽ. അൻത നീ യു മെയിൽ. അൻതുമ നിങ്ങൾ 2 പേർ ബോത്ത് ഓഫ് യു മെയിലാണ്. അൻതും യു ഓൾ മെയിലാണ്. അൻതി യു ഫിമെയിലാണ്. അൻതുമ ബോത്ത് ഓഫ് യു ഫിമെയിൽ നിങ്ങൾ. അൻതുന്ന യു ഓൾ ഫിമെയിൽ. അന ഐ ഞാൻ. നഹ്നു വി ഞങ്ങൾ. അന എന്ന് പറയുമ്പോൾ സിംഗുലറാണ്, നഹ്നു പ്ലൂരലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹർക്കത്തൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ തിരുത്താവുന്നതേ ഉള്ളൂ. റിപ്പീറ്റഡായി പഴയ പോർഷൻസൊക്കെ കേൾക്കുക. താങ്ക് യു.